കൃഷ്ണ നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനം ഭഗവത്വം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണതയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഭഗവാൻ കർമ്മത്തിന്റെ 5 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കർമ്മം ചെയ്യുന്നതിന് അഞ്ച് ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഈ 5 ഘടകങ്ങളുടെ സഹായമില്ലാതെ നമ്മൾക്ക് ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥഗ്ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. ഏതൊരു കർമ്മമാണെങ്കിലും അത് ചെയ്യുന്നതിന് ശരീരം ആവശ്യമാണ്. ഭൗതിക ലോകത്തിൽ ഏത് കർമ്മം ചെയ്യുന്നതിനും ശരീരം ആവശ്യമാണ്. ശരീരത്തിൽ ജീവൻ ഉണ്ടായിരിക്കണം. ഏതൊരു കർമ്മം ചെയ്യുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നീട് ആ കർമ്മം ചെയ്യുന്നതിനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. 5ാമത്തതായിട്ട് ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണം. പരമാത്മാവിന്റെ അനുമതി ഉണ്ടായിരിക്കണം. ദൈവം ചൈവാത്ര പഞ്ചമം. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ 5 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ന്യായമാണെങ്കിലും വിപരീതമാണെങ്കിലും. ശരീരവാക് മനോപീരിയത്ത് കർമ്മപ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവ. ഈ 5 ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ എല്ലാവിധ കർമ്മങ്ങളും മനസ്സുകൊണ്ടും ബുദ്ധികൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ 5 ഘടകങ്ങളെ ആശ്രയിച്ചാണ്, 5 ഘടകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 5 ഘടകങ്ങളെയും കണക്കാക്കാതെ ചെയ്യുന്ന ഞാൻ തന്നെയാണ് കർമ്മം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ബുദ്ധിമാനല്ല, അവനൊരു ദുർമതിയാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്ഞാനം ഏയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്തേരി ത്രിവിധ കർമ്മസംഗ്രഹ. ഒരു കർമ്മത്തിന് കാരണമായിട്ടുള്ള, ഒരു കർമ്മത്തിന് പ്രചോദനമായിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്ഞാനം ഏയം പരിജ്ഞാനം. അതേപോലെ കർമ്മത്തിന്റെ 3 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരണം കർമ്മ കർത്തേരി. ഇന്ദ്രിയങ്ങൾ, കർമ്മം, അതേപോലെ കർമ്മം ചെയ്യുന്ന വ്യക്തി, കർത്താവ്. ഇതിനെല്ലാം ഗുണഭേദങ്ങളുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജ്ഞാനത്തിനായാലും കർമ്മത്തിനായാലും കർത്താവിനായാലും ഗുണഭേദങ്ങളുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാദ്യം ജ്ഞാനത്തിന്റെ ഗുണഭേദങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 തരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ തരത്തിലുള്ള ജ്ഞാനത്തിലും, സാത്വികമായിട്ടുള്ള ജ്ഞാനത്തിലും രജോ ഗുണത്തിലുള്ള ജ്ഞാനത്തിലും തമോ ഗുണത്തിലുള്ള ജ്ഞാനത്തിലും മറ്റുള്ളവരെ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാത്വികമായിട്ടുള്ള ജ്ഞാനത്തിൽ ഒരു വ്യക്തി എല്ലാവരെയും ഒരേപോലെ നോക്കിക്കാണും. എല്ലാവരിലും ഒരേപോലെയുള്ള ജീവാത്മാവുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവാണ് ഇരിക്കുന്നത്. എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന അതേ ജീവാത്മാവിനെ പോലെയാണ് എല്ലാ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാക്കളും എന്ന് സാത്വികമായിട്ടുള്ള ജ്ഞാനത്തിൽ മനസ്സിലാക്കും. രജോ ഗുണത്തിലാണെങ്കിൽ ഓരോ ശരീരത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളാണെന്ന് മനസ്സിലാക്കും. അവർ മാനസികമായിട്ടുള്ള തലം വരെ ചിന്തിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. തമോ ഗുണത്തിലുള്ള ജ്ഞാനത്തിലാണെങ്കിൽ ശരീരത്തിന്റെ നിലവാരത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. ശരീരത്തിന്റെ അപ്പുറത്തേക്ക് ഒരാത്മാവുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാം ശരീരം തന്നെയാണ്. ശരീരത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്.
ശരീരം ഇല്ലാതാകുന്നതോടുകൂടി എല്ലാം ഇല്ലാതാകും. അങ്ങനെയാണ് തമോഗുണത്തിൽ വിചാരിക്കുന്നത്. ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ജീവിതം. ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക, അതേപോലെ ശരീരത്തിനെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇണചേരുക. ഇത് മാത്രമാണ് ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അത് തമോഗുണത്തിലുള്ള ജ്ഞാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഭഗവാൻ പറയുന്നത് കർമ്മത്തിന്റെ ഗുണഭേദങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജ്ഞാനത്തിനും കർമ്മത്തിനും ജ്ഞാനിക്കും ഗുണഭേദങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂന്നെണ്ണമാണ് ഇപ്പൊ പറയുന്നത്: ജ്ഞാനം, കർമ്മം, അതേപോലെ കർത്താവ്, കർമ്മം ചെയ്യുന്ന വ്യക്തി. ഇതിന്റെ മൂന്നിന്റെയും ഗുണഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഗുണഭേദങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ തരത്തിലുള്ള ജ്ഞാനം അനുസരിച്ച് ഒരു വ്യക്തി മറ്റുള്ളവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. സാത്വികമായിട്ടുള്ള ജ്ഞാനത്തിൽ എല്ലാ ശരീരത്തിലും ഒരേപോലെയുള്ള ജീവാത്മാവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രജോ ഗുണത്തിലാണെങ്കിൽ മാനസികമായിട്ടുള്ള നിലവാരത്തിൽ ആണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും വ്യത്യസ്തരാണ്. ഓരോ ശരീരത്തിനനുസരിച്ച് എല്ലാവരും വ്യത്യസ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരേപോലെയുള്ള ജീവാത്മാവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തമോ ഗുണത്തിലാണെങ്കിൽ ശാരീരിക നിലവാരത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ ഈ ശരീരമാണ്, ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ജീവിതം. ശരീരം ഇല്ലാതാകുന്നതോടുകൂടി ജീവിതം എല്ലാം ഇല്ലാതാകും. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെയുള്ള ജ്ഞാനം, അങ്ങനെ മനസ്സിലാക്കുന്ന ജ്ഞാനം തമോ ഗുണത്തിലുള്ള ജ്ഞാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജ്ഞാനത്തിന്റെ ഗുണഭേദങ്ങൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് കർമ്മത്തിന്റെയും കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെയും കർത്താവിന്റെയും ഗുണഭേദങ്ങളാണ്. അതിൽ കർമ്മത്തിന്റെ ഗുണഭേദങ്ങൾ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. 23-ാമത്തെ ശ്ലോകം മുതൽ 23-ാമത്തെ ശ്ലോകത്തിൽ സാത്വികമായിട്ടുള്ള കർമ്മത്തെക്കുറിച്ചും 24-ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തിലുള്ള കർമ്മത്തെക്കുറിച്ചും 25-ാമത്തെ ശ്ലോകത്തിൽ തമോ ഗുണത്തിലുള്ള കർമ്മത്തെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മൂന്നും ഒരുമിച്ച് വായിക്കാം. 23 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. കർമ്മത്തിന്റെ 3 ഭേദങ്ങളാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് അത് ആദ്യം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: നിയതം സംഘരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേക്ഷുനാ കർമ്മ യത്ത് സാത്വികം ഉച്യതേ യത്തു കാമേത്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തത് രാജസം ഉദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷിച്ച പൗരുഷം മോഹാത് ആരഭ്യതേ കർമ്മ യത്ത് താമസം ഉച്യതേ. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമുക്ക് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. 23 മുതൽ 25 വരെയുള്ള ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലാപ്രേപ്സുന കർമ്മ തത്സാത്വികമുച്യതേ. വിവർത്തനം: അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമെന്ന്. സമൂഹത്തിൽ ഓരോ വിഭാഗങ്ങൾക്കും അതാതാശ്രമങ്ങളിൽ ചെയ്യേണ്ടുന്ന ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന നിയത കർമ്മങ്ങളുണ്ട്. അവ കർത്തൃത്വാവകാശമോ ആസക്തിയോ തജ്ജന്യങ്ങളായ രാഗദ്വേഷങ്ങളോ കൂടാതെ ഭഗവത്പ്രീതിക്ക് വേണ്ടി കൃഷ്ണാബോധത്തോടുകൂടി അനുഷ്ഠിക്കണം. അതിൽ നിന്നുളവാകുന്ന സംതൃപ്തിയോ ആത്മാഭിമാനമോ കണക്കാക്കാതെ ചെയ്യുന്ന കർമ്മം സാത്വികമാണ്. ശ്ലോകം 24. എത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസം ഉദാഹൃതം.
വിവർത്തനം. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ ഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസം. ശ്ലോകം 25. അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷാച പൗരുഷം മോഹാത് ആരഭ്യതേ കർമ്മ താമസമുച്യതേ. വർത്തനം. തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്രനിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമത്രേ താമസം. ഭാവാർത്ഥം. ഒരാൾ സ്വന്തം കർമ്മങ്ങളെ രാഷ്ട്രത്തിന് മുന്നിലോ യമദൂതന്മാരെന്ന് പറയപ്പെടുന്ന ഭഗവത് കിങ്കരന്മാർക്ക് മുന്നിലോ ഏറ്റുപറയേണ്ടതുണ്ട്. ചുമതലാബോധമില്ലാതെയുള്ള കർമ്മം നാശകരമാണ്. വേദനിർദ്ദേശങ്ങളടങ്ങിയ നിയന്ത്രണ തന്ത്രങ്ങളെ നശിപ്പിക്കുന്നു. അവ അക്രമപ്രവർത്തനങ്ങളും അന്യജീവികൾക്ക് ക്ലേശമുണ്ടാക്കുന്നവയുമായിരിക്കും. പലപ്പോഴും അത്തരം കർമ്മങ്ങൾ സ്വാനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യപ്പെടാറ്. ഇതിനെ വ്യാമോഹമെന്ന് പറയുന്നു. വ്യാമോഹത്താൽ ചെയ്യുന്ന അത്തരം കർമ്മം താമസമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാ മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ 3 തരത്തിലുള്ള കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സാത്വികമായിട്ടുള്ള കർമ്മം. കടമകൾ നിറവേറ്റുന്നതാണ് സാത്വികമായിട്ടുള്ള കർമ്മം. നിയതം എന്നിവിടെ പറയുന്നുണ്ട്. നിയതം ഒന്നുകിൽ ഭൗതികമായിട്ടുള്ള കടമയായിരിക്കും, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കടമയായിരിക്കും. കടമകൾ നിറവേറ്റുന്നതിനുള്ള ആ ഒരു കർമ്മം, അതാണ് സാത്വികമായിട്ടുള്ള കർമ്മം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സംഘരഹിതം അരാഗദ്വേഷത കൃതം അഫലപ്രേക്ഷണ കർമ്മ യത്തത് സാത്വികം ഉച്ചതേ. ഫലം പ്രതീക്ഷിക്കാതെ, ഇതെന്റെ കടമയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഒന്നുകിൽ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള കടമയായിരിക്കും, അല്ലെങ്കിൽ ഭഗവാനോടുള്ള കടമയായിരിക്കും. അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ചെയ്യും. അതിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടും എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ല, അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ചെയ്യും. ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കും. അഫലപ്രേക്ഷണ കർമ്മം. സാധാരണ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ സാധാരണ ഫലം കിട്ടിയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ. ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുന്നതാണ് സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. രജോഗുണത്തിലാണെങ്കിൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. എത്തു കാമേപ്സനാ കർമ്മം. അതിന്റെ പുറകിൽ ഒന്നുണ്ടായിരിക്കും, എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. എനിക്ക് ഇന്ന കാര്യം നേടണം, ഇന്ന രീതിയിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കർമ്മമാണ് രജോഗുണത്തിലുള്ള കർമ്മം. എത്തു കാമേപ്സുനാ കർമ്മം. അതിന്റെ പുറകിൽ ഒരു കാമം ഉണ്ടായിരിക്കും, ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. എത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാപുന. അഹങ്കാരത്തോടു കൂടിയായിരിക്കും, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവത്തോടു കൂടിയാണ് കർമ്മം ചെയ്യുന്നത്. ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവം ഉണ്ടായിരിക്കും. ക്രിയതേ ബഹുലായാസം. രജഗുണത്തിലുള്ള കർമ്മങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് വലിയ പ്രയാസമായിരിക്കും, വലിയ കഷ്ടപ്പെട്ട് നേടുന്ന എന്തെങ്കിലും ചെയ്യുന്ന കർമ്മമായിരിക്കും. ബഹുലായാസം, പ്രയാസത്തോടു കൂടി ചെയ്യുന്ന കർമ്മമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഒരു വ്യക്തി ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് രജോഗുണത്തിലുള്ള കർമ്മമാണ് എന്നാണ് പറയുന്നത്. അത് ഭൗതിക നിലവാരത്തിലുള്ള രജോഗുണത്തിലുള്ള കർമ്മമാണ്. ഇനി തമോഗുണത്തിലുള്ള കർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട് 25-ാമത്തെ ശ്ലോകത്തിൽ. അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷിച്ച പൗരുഷം മോഹാത് ആരഭ്യതേ കർമ്മ യത്തത് താമസം ഉച്ചതേ. ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്താകുമെന്നൊന്നും ചിന്തിക്കാതെ, അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷിച്ച പൗരുഷം. അനപേക്ഷ, ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം, അതിന്റെ പ്രതികരണം എന്തായിരിക്കും, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അതിന്റെ ഫലം എന്തായിരിക്കും, ഇതൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മമാണ് തമോ ഗുണത്തിലുള്ള കർമ്മം. അനുബന്ധം, ഭാവിയിൽ അത് എന്തെല്ലാം കെട്ടുപാടുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ ഭൗതികമായിട്ട് കൂടുതൽ
കുടുക്കിലാക്കുന്ന കർമ്മമാണോ? ഇതൊന്നും ചിന്തിക്കാതെ ക്ഷയം, അതുകൊണ്ടുണ്ടാവുന്ന നാശം, ആ കർമ്മം കൊണ്ടുണ്ടാകുന്ന നാശത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ഹിംസ, ക്ഷയം ഹിംസ. തമോഗുണത്തിലുള്ള കർമ്മം മിക്കവാറും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കർമ്മമായിരിക്കും. മറ്റുള്ളവർക്ക് പീഡനങ്ങൾ ഉണ്ടാക്കുന്നതോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കർമ്മമാണ് തമോഗുണത്തിലുള്ള കർമ്മം. ഹിംസ, അനപേക്ഷിച്ച പൗരുഷം, മോഹാത് ആരഭിതേ കർമ്മം. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ചെയ്യുന്നതല്ല, എന്തോ തെറ്റിദ്ധാരണയും ചെയ്യുന്നതാണ്. തെറ്റായിട്ടുള്ള ഒരു ജ്ഞാനം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് തമോഗുണത്തിലുള്ള കർമ്മം എന്നാണ് പറയുന്നത്. ഇത് മിക്കവാറും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കർമ്മമാണ്, അക്രമങ്ങളൊക്കെയാണ് എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ തമോഗുണത്തിലുള്ള കർമ്മമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ തന്റെ കടമ എന്നുള്ള രീതിയിൽ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മമാണ് സാത്വികമായിട്ടുള്ള കർമ്മം. എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ചെയ്യുന്ന കർമ്മമാണ് രജോഗുണത്തിലുള്ള കർമ്മം. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ചിന്തിക്കാതെ, തുടർന്നുണ്ടാകുന്ന കെട്ടുപാടുകളെ കുറിച്ച് ചിന്തിക്കാതെ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്യുന്ന കർമ്മങ്ങളാണ് തമോ ഗുണത്തിലുള്ള കർമ്മം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞതാണ്. അടുത്തതായിട്ട് അടുത്ത ശ്ലോകത്തിൽ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. കർമ്മം ചെയ്യുന്ന വ്യക്തി, ജ്ഞാനം, കർമ്മം, കർത്താവ്, ഇതിന് 3നും ഗുണഭേദങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കർത്താവിനെ കുറിച്ചാണ്. ആ കർമ്മം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രവർത്തകൻ 3 തരത്തിലുണ്ട് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് വായിക്കുന്നതിന് മുന്നേ ഈ 3 ശ്ലോകങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അടുത്ത 3 ശ്ലോകങ്ങളിൽ പ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നത്. 3 തരത്തിലുള്ള പ്രവർത്തകന്മാരുണ്ട്. തമോഗുണത്തിലുള്ള പ്രവർത്തകൻ, രജോഗുണത്തിലുള്ള പ്രവർത്തകൻ, അതേപോലെ സാത്വിക ഗുണത്തിലുള്ള പ്രവർത്തകൻ അല്ലെങ്കിൽ കർത്താവ്. അതാണ് അടുത്ത 26 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോ നിർവികാര കർത്താ സാത്വികം ഉച്ചതേ രാഗി കർമ്മഫലപ്രേപ്സുർ ലുബ്ധോ ഹിംസാത്മകോ അശുചി ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിതം അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡോ നൈഷ്കൃതികോ അനസ വിഷാദി ദീർഘസൂത്രീച്ച കർത്താ താമസം ഉച്ചതേ. 3 തരത്തിലുള്ള കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 3 തരം പ്രവർത്തകന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വിവർത്തനം ആവർത്തനം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 26ാമത്തെ ശ്ലോകം മുതൽ വായിച്ചോ. 26 മുതൽ 28 വരെയുള്ള ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. സിനിമ പഠിച്ചു. ഹരേ കൃഷ്ണ. മുക്തസംഗോനഹംവാദി ധൃത്യുത്സാഹ സമന്വിത സിദ്ധ സിദ്ധോർനിർവികാര കർത്താ സ്വാത്വിക ഉച്യതേ. ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടും ഉത്സാഹത്തോടു കൂടിയും ജയാപജയങ്ങളിൽ അശോഭനായും പ്രവർത്തിക്കുന്നവനത്രേ സാത്വികൻ. ഭാവാർത്ഥം: കൃഷ്ണാവബോധവനായ മനുഷ്യൻ എപ്പോഴും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനായിരിക്കും. തനിക്കായി നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തെപ്പറ്റി അയാൾക്ക് ഉത്കണ്ഠയില്ല. മിഥ്യാഹങ്കാരത്തിനും ദുരഭിമാനത്തിനും അതീതനാണ് അയാൾ. എങ്കിലും ഉത്സാഹത്തോടെ ഉറച്ചു നിന്ന് അയാൾ തന്റെ പ്രവൃത്തി നിർവഹിക്കും. അതിനു വേണ്ടി വരുന്ന ക്ലേശങ്ങളെപ്പറ്റി ആവലാതിപ്പെടുകയുമില്ല.
ജയാപജയങ്ങളെ കാര്യമായി എടുക്കാതെ അയാൾ എപ്പോഴും ഉത്സാഹിയായിരിക്കും. സന്തോഷ സന്താപങ്ങളെ ഒരേ വിധത്തിൽ കൈക്കൊള്ളുന്ന ഈ കർത്താവാണ് സാത്വികൻ. 27. രാഗി കർമ്മഫലോ പ്രോപ്സുർ ലുബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാനിതോ കർത്ത രാജസ പരികീർത്തിത. പ്രവൃത്തിയിലും അതിന്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവത്രേ രാജസൻ. ഭാവാർത്ഥം: ഭൗതികതയോടോ വീട്, കുടുംബം, ഭാര്യ, പുത്രാദികൾ ഇവയോടോ അത്യന്തം മമതാബന്ധമുള്ളത് കൊണ്ടാണ് ഒരാൾക്ക് ഒരു പ്രത്യേക പ്രവൃത്തിയിലും അതിന്റെ ഫലത്തിലും വലുതായ താല്പര്യം ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ളവർക്ക് ജീവിതത്തെ ഉത്കൃഷ്ട നിലയിലെത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവാറില്ല. ഇഹലോക ജീവിതത്തിൽ ഭൗതിക സുഖാനുഭൂതികൾക്കെല്ലാം ആവുന്നത്ര സൗകര്യങ്ങൾ ലഭിക്കണമെന്നേയുള്ളൂ ഉദ്ദേശം. പൊതുവെ ഇവർ അത്യാഗ്രഹികളായിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾ തന്റെ നേട്ടങ്ങൾ ശാശ്വതങ്ങളാണെന്നും അവ ഒരിക്കലും നഷ്ടപ്പെടാവുന്നവയല്ലെന്നും കരുതും. അന്യരോട് ഈർഷ്യാലുവായിരിക്കും. തന്റെ ഇന്ദ്രിയ സുഖാനുഭവങ്ങൾക്ക് വേണ്ടി എന്ത് പാപവും ചെയ്യും. അതുകൊണ്ട് അശുദ്ധനാണ് അയാൾ. തന്റെ സമ്പാദ്യം വിശുദ്ധമോ മലിനമോ എന്നത് അയാൾക്കൊരു പ്രശ്നമേ അല്ല. താൻ ചെയ്യുന്ന പ്രവൃത്തി സഫലമായാൽ അയാൾ അത്യന്തം സന്തോഷിക്കും. അത് വിഫലമായാൽ വളരെയധികം ദുഃഖിക്കുകയും ചെയ്യും. ഈ കർത്താവ് രാജസൻ എന്ന് പറയപ്പെടുന്നു. 28 ശ്ലോകം. അയുക്ത പ്രാകൃതസ്തബ്ധ ഷണ്ഡോ നൈഷ്കൃതിഗോലസ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. എപ്പോഴും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരാളെ താമസൻ എന്ന് പറയുന്നു. ഭാവാർത്ഥം: ഏതെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഏതെല്ലാമാണ് ചെയ്യരുതാത്തതെന്നും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയെ അവഗണിക്കുന്നവരാണ് അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുന്നത്. സാധാരണയായി അക്കൂട്ടർ ഭൗതികവാദികളായിരിക്കും. പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചാണ് പ്രമാണ ഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് സൗമ്യത കുറയും. പൊതുവെ കൗശലക്കാരും പരദൂഷണത്തിൽ സമർത്ഥരുമായിരിക്കും. അലസരാണ് അവർ. തങ്ങളുടെ കർത്തവ്യം വേണ്ടുവിധം നിറവേറ്റുകയില്ലെന്നല്ല, പിന്നേക്ക് നീട്ടിവെക്കുകയും ചെയ്യും. അവർ പൊതുവെ വിഷണ്ണരായി കാണപ്പെടുന്നു. 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാവുന്ന പ്രവൃത്തി അവർ കൊല്ലങ്ങളോളം നീട്ടിക്കൊണ്ടു പോകും. ഇക്കൂട്ടരാണ് താമസർ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സിനിമാജി. ഹരേ കൃഷ്ണ. അപ്പോൾ 3 തരത്തിലുള്ള പ്രവർത്തകരെ കുറിച്ചും 3 തരത്തിലുള്ള കർത്താവിനെ കുറിച്ചും കർമ്മം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സാത്വികമായിട്ടുള്ള കർത്താവ്, രജോഗുണത്തിലുള്ള കർത്താവ്, അതേപോലെ തമോ ഗുണത്തിലുള്ള കർത്താവ്. ഇതിൽ സാത്വിക ഗുണത്തിലുള്ള കർത്താവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മുക്തസംഗോ അനഹംവാദി കൃത്യുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോ നിർവികാര കർത്താ സാത്വികം ഉച്ചത. മുക്തസംഘവും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ മുക്തി നേടിയിട്ടുള്ള വ്യക്തിയാണ് സാത്വികനായിട്ടുള്ള കർത്താവ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളില്ല. മുക്തസംഘനാണ്. മുക്തസംഘോ അനഹംവാദി, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയുമില്ല. ഭഗവാന്റെ കാരുണ്യത്താൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണ് സാത്വികനായിട്ടുള്ളൊരു പ്രവർത്തകൻ ചിന്തിക്കുന്നത്. അനഹംവാദി. രജഗുണത്തിലാണെങ്കിൽ ഞാനാണ് ചെയ്യുന്നത് എന്നെപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുമില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധവും ചിന്തയുമില്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. തൃത്യുത്സാഹ സമന്വിത. പക്ഷെ എന്തുണ്ട്? ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി ചെയ്യുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യുന്നു. അത് സാത്വികമായിട്ടുള്ള കർത്താവിന്റെ പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാകണം, ഭൗതികമായിട്ടുള്ള നേട്ടമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കും. ഭൗതികമായിട്ടൊരു നേട്ടവും ഇല്ലെങ്കിൽ നമ്മൾക്ക് ഉത്സാഹം കുറയും.
തീരെ ഒരു നേട്ടമില്ലെങ്കിൽ നമ്മൾ അത് പ്രവർത്തിക്കുക തന്നെ ഇല്ല, നമ്മൾ ആ പ്രവർത്തനം ഒഴിവാക്കും. പക്ഷെ ഇവിടെ സാത്വികനായിട്ടുള്ള കർത്താവ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫലമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഉത്സാഹത്തോടു കൂടി കടമ എന്നുള്ള നിലയിൽ അത് ഭഗവാനെ തൃപ്തനാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അത് സാത്വികമായിട്ടുള്ള കർത്താവിന്റെ പ്രത്യേകതയാണ്. തൃപ്തിത്സാഹ സമന്വിത. നമ്മളെ ഭക്തിയിലുള്ള കർമ്മങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും മിക്കവാറും. കാരണം അതിന്റെ ഫലം നമുക്ക് പ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല. ഭക്തി സേവനത്തിന്റെ ഫലമൊന്നും നമുക്ക് ഭൗതിക ഫലമല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം എന്തെങ്കിലും പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം കൂലി കിട്ടും, അതിന്റെ ഫലം നമ്മൾക്ക് കിട്ടും. അത് ഭൗതികമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഭക്തിയിൽ നമ്മൾക്ക് അങ്ങനെ ഫലം പെട്ടെന്ന് മനസ്സിലാവുകയില്ല. എന്ത് ഫലമാണ് എനിക്ക് കിട്ടിയത്, ഇതൊന്നും നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം. എങ്ങനെ? ഫലത്തെ കുറിച്ച് ചിന്തിക്കാതെ സിദ്ധ്യസിദ്ധിയോ നിർവികാരം, സിദ്ധ്യസിദ്ധിയോ നിർവികാരം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരേപോലെ തന്നെ പ്രവർത്തിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഫലം ലഭിക്കും, അല്ലെങ്കിൽ ഫലം ലഭിച്ചില്ല എന്ന്. അത് ഫലം ലഭിക്കാത്തത് കൊണ്ടല്ല, ആ ഫലത്തെ കുറിച്ച് നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഏത് നിലവാരത്തിലാണെങ്കിലും തൃത്യുത്സാഹ സമന്വിത, ഉത്സാഹത്തോടു കൂടി അതിനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ശാസ്ത്രത്തിൽ അത് നിർദ്ദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലെ? ഭഗവാൻ പറയുന്നത് സതതം കീർത്തയന്തോമാം, എപ്പോഴും ഭഗവാനെ കീർത്തിക്കും എന്ന് ഭഗവാൻ പറയും. അപ്പോൾ ഭഗവാനെ കുറിച്ച് നമ്മൾ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കാം, ഭഗവാനെ നാമം ജപിക്കാം, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അത് അവർക്ക് ഉത്സാഹത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് ഉയർന്ന ഫലമുണ്ട് എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സിദ്ധിയോ നിർവികാരം അവര് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു കർത്താവാണ്, അങ്ങനെയുള്ള ഒരു പ്രവർത്തകരെയാണ് സാത്വികനായിട്ടുള്ള പ്രവർത്തകൻ എന്ന് പറയുന്നത്. സാത്വികനായിട്ടുള്ള കർത്താവ് എന്ന ഭഗവാൻ പറയുന്നത്. പിന്നീട് രജോഗുണത്തിലുള്ള കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഭൗതിക നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. രാഗി കർമ്മഫലപ്രേക്ഷോ ലുബ്ധോ ഹിംസാത്മകോ അശുചി ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിത. രാഗി, അദ്ദേഹത്തിന് ഭൗതികമായിട്ട് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, ഭൗതികമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്, ഭൗതികമായിട്ട് ഒരുപാട് ആസക്തിയുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? വീട്, കുടുംബം, കുട്ടികൾ, സ്വത്ത്, പേര്, പ്രശസ്തി, ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് രാഗിയാണ്. കർമ്മഫലപ്രേക്ഷോ, കർമ്മഫലം ഇല്ലാതെ അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുന്നില്ല. എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ചോദിക്കുക എന്താണ്, എന്ത് കിട്ടും അല്ലെ, എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ കർമ്മഫലത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കർമ്മഫലപ്രേക്ഷോ ലുബ്ധോ. ഭൗതികമായിട്ട് അത്യാഗ്രഹമുള്ള വ്യക്തിയാണ്, അത്യാഗ്രഹിയാണ്. എത്ര കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തിയാകുന്നില്ല. അതുകൊണ്ടാണ് ലുബ്ധൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ലുബ്ധോ ഹിംസാത്മകോ അശുചി. ഹിംസാത്മകോ, അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും തയ്യാറാവും. തന്റെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാനും തയ്യാറാകുന്ന ആളുകളാണ് രജോഗുണത്തിലുള്ള പ്രവർത്തകർ, കർത്താവ്. ഹിംസാത്മകോ അശുചി. ചിലപ്പോൾ അവർ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യും. സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി, ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി അശുചി, അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യും. അതുകൊണ്ടാണ് അശുചി എന്ന് പറഞ്ഞത്. ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സമ്പത്ത് ആർജിക്കുന്നതിനെയാണ് ശുചി എന്ന് പറയുന്നത്. അധാർമിക മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നത് കൊണ്ട് അശുചി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിത. അവർക്ക് സുഖവും ദുഃഖവും എപ്പോഴും, അവർക്ക് സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ചെറുതായിട്ട് എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ നേട്ടത്തില് അവർ വലുതായിട്ട് ആഘോഷിക്കും. ഹർഷം, അതാണ് ഹർഷം എന്ന് പറയുന്നത്. ശോകം, എന്തെങ്കിലും
ദുഃഖം സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ദുഃഖമായി അല്ലെങ്കിൽ നിരാശയായി. അപ്പൊ കർമ്മഫലം അവരെ വല്ലാണ്ട് ബാധിക്കും. ലാഭം വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് സന്തോഷിക്കും, നഷ്ടം വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ദുഃഖിക്കും. ഇതൊക്കെ രജോ ഗുണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ ലക്ഷണങ്ങളായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. തെറ്റും ശരിയൊന്നും നോക്കാതെ തന്നെ പ്രവർത്തിക്കും. അശുചിയാണ്, അവർക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവുന്നില്ല. ലുബ്ധോ ഹിംസാത്മകോ, സ്വന്തം തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാനും തയ്യാറാകും. ഹിംസാത്മകോ അശുചി. ഹർഷശോകാന്വിത കർത്ത, നേട്ടത്തിൽ വലിയ സന്തോഷമുണ്ടാവും, നഷ്ടത്തിൽ വലിയ ദുഃഖമുണ്ടാവും. ശോകാന്വിത കർത്ത രാജസ പരിഗതി. ഇതാണ് രജോഗുണത്തിലുള്ള പ്രവർത്തകന്റെ ലക്ഷണങ്ങളായിട്ട് ഭഗവാൻ പറയുന്നത്. ഈ തമോ ഗുണത്തിലുള്ള പ്രവർത്തകനെ കുറിച്ച് പറയുന്നുണ്ട് 28ാമത്തെ ശ്ലോകത്തിൽ. എന്താണ് പറയുന്നത്? അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡോ നൈഷ്കൃതികോ അലസ വിഷാദി ദീർഘസൂത്രീച്ച കർത്ത താമസം ഉച്ചത്. അയുക്തനാണ്, അദ്ദേഹം ശാസ്ത്രമൊന്നും നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ശാസ്ത്രത്തിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. മാംസം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം ഭക്ഷിക്കും, മദ്യപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കും. അതാണ് ശാസ്ത്രത്തിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അയുക്തൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നൊരു താല്പര്യമില്ല. അയുക്തൻ. പ്രാകൃതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവനാണ്, ഭൗതികവാദിയായിരിക്കും അല്ലെ. ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളാണ്, പ്രാകൃതനായിരിക്കും. സ്തബ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയമില്ലാത്തവൻ. മറ്റുള്ളവരോട് അവരുടെ പെരുമാറ്റം വളരെ പരുഷമായിരിക്കും. മൃദുവായിട്ട് പെരുമാറാൻ അവർക്ക് സാധിക്കുന്നില്ല. സൗമ്യമായിട്ടുള്ള പെരുമാറ്റം തമോ ഗുണത്തിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അതാണ് സ്തബ്ധ എന്ന് പറഞ്ഞിട്ടുള്ളത്. നൈഷ്കൃതികോ എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. നൈഷ്കൃതികോ, അവരുടെ പ്രവർത്തനം മിക്കവാറും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലായിരിക്കും. മറ്റുള്ളവർക്ക് നാശമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. സമൂഹത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനം മറ്റുള്ളവരെ നശിപ്പിക്കുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. നൈഷ്കൃതികം. അലസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിഷാദി, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉള്ളിൽ സുഖമില്ല. തമോഗുണത്തിലുള്ള പ്രവർത്തകന് സുഖമില്ല ഉള്ളിൽ. അദ്ദേഹം ഉള്ളിൽ ദുഃഖിക്കുന്നവനായിരിക്കും. ഞാൻ ദുഃഖിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരും ദുഃഖിക്കണമെന്ന് അവർ വിചാരിക്കും അല്ലെ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് സുഖമില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സുഖമില്ലാത്തത്? അദ്ദേഹം തമോ ഗുണത്തിലാണ്. തമോ ഗുണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നില്ല. തമോ ഗുണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ദുഃഖമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനാണ് തമോ ഗുണത്തിലുള്ള വ്യക്തിക്ക് സാധിക്കുന്നത്. വിഷാദി. ദീർഘസൂത്രി എന്ന് പറയുന്നത് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ആളാണ് അല്ലെ. നാളെ ചെയ്യാം, അത് പിന്നെ ചെയ്യാം, അത് പിന്നീട് ചെയ്യാം, അത് ഒരുപാട് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെ മാറ്റിവെക്കും, നീട്ടിവെക്കും. ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്രവൃത്തി അവർ കൊല്ലങ്ങളോളം നീട്ടിക്കൊണ്ടു പോകും അല്ലെ. നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം എന്താണ്? തമോ ഗുണമാണ്. അവർക്ക് ചെയ്യാൻ മടിയാണ്, അലസനാണ്. അപ്പം അത് തമോ ഗുണത്തിലുള്ള കർത്താവിന്റെ പ്രവർത്തകന്റെ ലക്ഷണങ്ങളാണ്. ദീർഘസൂത്രീച്ച കർത്താവ് താമസമുച്ചത്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ശാസ്ത്രത്തിന് വിപരീതമായിട്ട് അതേപോലെ ഈശ്വരവിശ്വാസമില്ലാതെ ദുർവാശിക്കാരനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതി. ഷഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കുന്ന വ്യക്തിയാണ്.
മറ്റുള്ളവരെ പറ്റി മോശമായിട്ട് സംസാരിക്കാൻ വലിയ താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കുന്ന വ്യക്തിയായിരിക്കും. മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് യാതൊരു മനസ്താപം അവർക്കുണ്ടാവുന്നില്ല. മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകനാണ് ഷഡോ നൈഷ്കൃതികം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ചെയ്യും. അലസനായിരിക്കും, മടിയനായിരിക്കും, വിഷാദി, ഉള്ളിൽ ദുഃഖം അനുഭവിക്കുന്നവനായിരിക്കും, ദീർഘസൂത്രി, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിയായിരിക്കും. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി തമോ ഗുണത്തിലുള്ള കർത്താവാണ്, തമോ ഗുണത്തിലുള്ള പ്രവർത്തകനാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചും 3 തരത്തിലുള്ള കർത്താവിനെ കുറിച്ചും നമ്മളിപ്പോൾ വായിച്ചു. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സാത്വഗുണത്തിലുള്ള കർമ്മം, സാത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള കർത്താവ്, 3 നമ്മൾ വായിച്ചു. സോറി, ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ആരൊക്കെയാണ് വായിക്കുന്നത്?